ഞാൻ നിഖില് പറഞ്ഞിട്ട് വരുന്ന. ആ, ഞാൻ ഭാനുമതി, ഒരു നോവലിസ്റ്റാണ്. അറിയാം, ഞാൻ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. അഭിഷേക്. സി അഭിഷേക്, നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകളാണ്. ഞാൻ ഇതുവരെ ജീവിതത്തിൽ ആരെയും പ്രേമിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പ്രണയത്തെപ്പറ്റി ഒന്നും അറിയില്ല. ഓ, സോ സാഡ്. അഭിഷേക് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഇഷ്ക് ബിനാ ക്യാ ജീനാ യാരാ എന്നാണല്ലോ. ഗുഡ്. അഭിഷേകിനെ ഒരാളുടെ സഹായമാണ് എനിക്കിപ്പോൾ ആവശ്യം. എൻ്റെ അടുത്ത നോവൽ ഒരു പ്രണയകഥയാണ്. അത് എഴുതാൻ വേണ്ടി എനിക്കൊരാളെ പ്രണയിക്കണം. അല്ല, മേഡം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. സി അഭിഷേക്, തനിക്ക് എൻ്റെ കാമുകനാകാൻ പറ്റുമോ? അല്ല, അങ്ങനെ ചോദിച്ചാ വെറുതെ വേണ്ട. താൻ എനിക്ക് വേണ്ടി എടുക്കുന്ന ടൈം, തരുന്ന സ്നേഹം, എടുക്കുന്ന എഫേർട്സ് എല്ലാത്തിനും ഞാനൊരു റെമ്യൂണറേഷൻ തരും. ഒരു ഫുൾ ടൈം പെയ്ഡ് ജോബ്. അല്ല മേഡം, എനിക്കങ്ങനെ പ്രൊഫഷണലായിട്ട് പ്രേമിക്കാനൊന്നും അറിയില്ല. ഓക്കെ, തനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. അല്ല, പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മളിപ്പോൾ ജസ്റ്റ് പരിചയപ്പെട്ടു, പേര് പറഞ്ഞു, ഇനി ഇങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെയാണല്ലോ പ്രേമിക്കാറ്. ആവോ, എനിക്കറിയില്ല, ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ലല്ലോ. അത് പ്രേമിക്കാത്തതുകൊണ്ട് ഇതിനൊരു കുറച്ച് ടൈം എടുക്കും. നമുക്ക് സെറ്റാക്കാം. ഓക്കെ. പിന്നെ ഈ റെമ്യൂണറേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുമായിരിക്കില്ലേ? അഡ്വാൻസ് എന്തെങ്കിലും വേണോ? അല്ല, ജസ്റ്റ് ഞാൻ ചോദിച്ചെന്നുള്ളൂ. വേണ്ട. ഓക്കെ. പിന്നെ എനിക്കൊരു കണ്ടീഷനുണ്ട്. ഓ. എൻ്റെ നോവലിനുള്ള കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രണയം അവിടെ തീരും. പിന്നെ നോ മോർ പേഴ്സണൽ കമ്മിറ്റ്മെന്റ്സ്. ഓ. ഒരു ഹാർട്ട് ബ്രേക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ഇത് പറയുന്നത്. ഓക്കെ ഓക്കെ ബാനു. ബാനു? അല്ല, നമ്മൾ പ്രേമിക്കുകയാണല്ലോ, അപ്പോൾ മേഡം. ഓ, ഓക്കെ. നോർമലി തക്കുടു, ഷുട്ടു, വാവ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അതെന്തായാലും വേണ്ട, ഭാനുമതി, അത് മതി. മതി, അത് മതി.